നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. ഇന്ന് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കാർത്തിക നക്ഷത്രം നമുക്കെല്ലാം അറിയാം, വളരെ പ്രസിദ്ധി ആർജിച്ച നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലെ 2025 ഫലങ്ങളാണ് പറയുന്നത്. കൂട്ടത്തിൽ ലാൽക്കിതാബ് പരിഹാരങ്ങൾ, മുഹൂർത്തങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല മാസങ്ങൾ, ജം സജഷൻ, രത്നക്കല്ലിൻ്റെ നിർദ്ദേശം, ഇതൊക്കെ പറയുന്നുണ്ട്. നമുക്കതിനെ ശ്രദ്ധിക്കാം. നമ്മുടെ മഹാനായ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന കേരളത്തിൻ്റെ പ്രസിദ്ധിയാർജിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, നമ്മുടെ പ്രസിദ്ധിയായ മാതാ അമൃതാനന്ദമയി ദേവി, നമ്മുടെ ബോളിവുഡ് നടന്മാരായ സഞ്ജയ് ദത്ത്, സുഷ്മിതാസൻ തുടങ്ങിയ ആൾക്കാരെല്ലാം ജനിച്ച ഒരു നക്ഷത്രമാണ് കാർത്തിക. അവരൊക്കെ ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പം നമുക്ക് ഏകദേശം പ്രസിദ്ധി എന്ന് ഞാൻ പറയാൻ്റെ കാര്യം മനസ്സിലാക്കണം. പ്രകാശവും ചൂടും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത്. ലോകത്തിലെ തിന്മകളെയും ഇരുട്ടിനെയും മറ്റെല്ലാം ആവശ്യമില്ലാത്തവയെ നശിപ്പിച്ച് വെളിച്ചം പ്രദാനം ചെയ്യാൻ അഗ്നി ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളിലും അഗ്നിയുണ്ട്. കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിലും ശരീരത്തിനകത്ത് ചൂട് വേണം. ദൈവത്തിന് എന്തർപ്പിക്കുന്നെങ്കിലും ആദ്യം അഗ്നിയെ പ്രസാദിപ്പിക്കണം എന്നാണ് വയ്പ്. സൂര്യൻ്റെ ദൂതനായി ആ ചൂട് ഏറ്റുവാങ്ങി ലോകത്തിന് പ്രദാനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചിതറി പോകുന്നവയാണ് നക്ഷത്രങ്ങളെന്നും ഗ്രീക്കുകാർ വിശ്വസിച്ചു. അപ്പോൾ അഗ്നിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത്. ഇനി കാർത്തിക നക്ഷത്രത്തിൻ്റെ വേറൊരു സംഭവമാണ് മൃഗം. അതിൻ്റെ മൃഗം എന്ന് പറയുന്ന ആടാണ്. പ്രകൃതിയോട് ഇണങ്ങി കൂട്ടത്തിൽ മേങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ആട്. പ്രകൃതിയോട് വളരെ ഇണക്കമുള്ളതാണ്. മറ്റു മൃഗങ്ങളെപ്പോലെ ഇണകൾക്ക് വേണ്ടി അങ്ങോട്ട് വഴക്കൊന്നും ഉണ്ടാകാറില്ല. അവന് ഇണകളെ നേടാൻ അറിയാം. അതാണ് അതിൻ്റെ മീനിങ്. അതാണ് കഴിയുന്നത് സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ് ആട്. വളരെ സൗമ്യമായി തോന്നുമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആക്രമണകാരിയും ഉണ്ട്. അതിനാൽ അവരുടെ കൂടുതൽ സ്വാതന്ത്ര്യം അവരോട് കാണിക്കേണ്ട. അതുകൊണ്ട് അവരെ അവഗണിക്കാനും കഴിയില്ല. ഇത് രണ്ടെങ്കിലും ചെയ്താലും അവർ പ്രശ്നം ഉണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെപ്പറ്റി പൊതുവായി പറയാൻ നോക്കാം. ഇച്ഛാശക്തി, പ്രവർത്തന നിരത, ശരീരസുഖം എന്നിവയോട് കൂടിയവരായിരിക്കും ഇവർ പൊതുവെ എന്നാണ് പറയുന്നത്. സംഭാഷണ പ്രിയരാണ്. പ്രസിദ്ധി, കല, നിപുണത, ആഡംബര പ്രിയത്വം, ഇതൊക്കെ ദാമ്പത്യ സുഖം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്കറിയാം. അതിന് മിടുക്കന്മാരാണ് അവർക്ക്. നിർബന്ധ ബുദ്ധിയും കോപവും ഇടയ്ക്കിടയ്ക്ക് വരും. അതാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർക്ക് അന്യരെ ഇവരിൽ നിന്ന് ആൾക്കാരെ അകലുന്നതിൻ്റെ കാരണം അതാണ്. തന്നെ വിമർശിക്കുന്നവരോട് ഇവർ ശത്രുതയോടെ പെരുമാറുകയും ചെയ്യും. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ആൾക്കാരുടെ വച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എരിവ്, പുളിയ തുടങ്ങിയ രസങ്ങളോട് താല്പര്യം വളരെ കൂടുതലാണ്. കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് തീക്ഷ്ണ സ്വഭാവം കൂടുതലാണ്. ചൂട് കൂടുതലായിരിക്കും മേടൻ രാശിയിൽ. മറ്റവർക്കാണെങ്കിലോ ആഡംബര പ്രയത്നം കൂടുമെന്നാണ് പറയുന്നത്. ഏത് ഇടവൻ രാശിയിൽ. അങ്ങനെ 2 ഇതായിട്ടാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് ഇവരുടെ ഈ വർഷത്തെ ഫലമായി പറയാം. ഈ കാർത്തിക നക്ഷത്രം നിൽക്കുന്ന 2 രാശിയിലാണ്. ആദ്യത്തെ ഒരു ഭാഗം നിൽക്കുന്ന മേടൻ രാശിയിലും ബാക്കിയുള്ള 3 ഭാഗം മെജോറിറ്റി നിൽക്കുന്ന ഇടവൻ രാശിയിലും. അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്നവർക്ക് അഗ്നിയുടെയും സൂര്യൻ്റെയും പിന്നെ ചൊവ്വയുടെയും കൂടെ കുറച്ച് സംഗതികൾ കൂടും. ധൈര്യം കൂടും, മുൻകോപം കൂടും, ചൂട് കൂടും, മുൻകോപികളായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ചൂടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് ഇവരെ പറ്റി പറയാൻ കഴിയും. രണ്ടാമത്തെ നിൽക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ആഡംബരത്വത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കും. ഇനി ഇവരുടെ ഈ 2025 വർഷം എങ്ങനെയാണെന്ന് നോക്കാം. മാർച്ച് 29 ആദ്യത്തെ മൂവ്മെൻറ്റ് ശനി മാറിയിട്ട് ശനി മീനത്തിലോട്ട് വരുന്നു. വ്യാഴം ഇപ്പം നിൽക്കുന്ന വ്യാഴം May 15 മിഥുനത്തിലേക്ക് മാറുന്നു. മീനത്തിൽ നിൽക്കുന്ന രാഹു May 18 കുംഭത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ അവസ്ഥയിൽ നമുക്കാദ്യം ഇടവത്തിൽ നിൽക്കുന്ന മകരത്തിൽ നിൽക്കുന്ന രവിയുടെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാര്യം നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴവർ വളരെ നല്ലൊരു സമയമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുഴപ്പമില്ലാത്ത സമയമാണ്. ഒരുപാട് കഷ്ടകാലമൊന്നുമില്ല. 2-ൽ വ്യാഴമുണ്ട്, 11-ൽ ശനിയുണ്ട്. അപ്പോൾ വളരെ അനുകൂലമായി വളരെ റെയറായിട്ട് കിട്ടാവുന്ന ഒരു രാജയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. റെയറെന്ന് തന്നെ പറയാം. അത് മാർച്ച് 29 അവസാനിക്കുകയാണ്.
മാർച്ച് 29 ശനി 12ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം അടിച്ച് പൊളിക്കാനുള്ള സമയങ്ങളാണ്. സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകണം. അത് കഴിയുമ്പോൾ പതുക്കെ ഡൗൺ ആവണം. കാരണം മെയ് 15 ആകുമ്പോൾ വ്യാഴം അനുകൂലമാണെങ്കിലും മെയ് 15 ആകുമ്പോൾ വ്യാഴം 3ലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു മെയ് മാസം 15 സമയം കൊടുക്കാം. 12 ശനി വന്നാലും വ്യാഴം അനുകൂലമായതുകൊണ്ട് അപ്പോൾ മെയ് മാസം 15 മുമ്പ് അതുവരെ നിങ്ങൾക്ക് നല്ല രാജയോഗമായ സമയമാണെന്നും അതിനായി അടിച്ച് പൊളിച്ച് കാര്യങ്ങൾ നടണം. ഈ വർഷം 2025 വർഷത്തിൽ അവസാനം ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നേരത്തെ ചെയ്ത് കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് റെഡിയായിരിക്കണം. സ്വല്പ സമയദോഷം വരാൻ ചാൻസ് ഉണ്ട് അടുത്ത വർഷം എന്നുള്ള കണക്കാക്കിയിരിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആർക്കെല്ലാമാണ് ആ സമയത്ത് ഈ സമയത്ത് ഈ മെയ് 15 ഒരു അനുകൂലമായ ആൾക്കാരെന്നില്ല, നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും പ്രൊഫഷണൽ വെച്ച് നോക്കുമ്പോൾ പ്രൊഫഷണൽ മറ്റ് പേഴ്സണൽ കാര്യം അല്ലാതെ എല്ലാവർക്കും ഉള്ള കാര്യമാണ് പറയുന്നത്. അതിൽ കുറച്ച് പ്രാധാന്യമുള്ള ആൾക്കാരെ പറയുന്നത് ബിൽഡേഴ്സ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ കോൺട്രാക്ട്സൊക്കെ ഈ കഴിയുന്ന നേരത്തെ 2-3 മാസത്തിനകത്ത് തീർക്കാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ ബില്ലൊക്കെ പെൻഡിങ് ആവും. ഷെയർ മാർക്കറ്റുകൾ, സ്പെക്കുലേറ്റേഴ്സ്, ഷെയർ മാർക്കറ്റ് അനുസരിക്കണം. മിലിറ്ററി, പോലീസ്, മെഡിക്കൽ, ഡിഫൻസ്, ഫയർഫോഴ്സ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഡിഫൻസ്, ബോംബുകൾ എക്സ്പ്ലോഷനൊക്കെ പൊട്ടിക്കുന്നവർ, അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, സ്പോർട്സ്മാൻമാർ, ഫൈറ്റേഴ്സ്, ബോക്സേഴ്സ്, രാഷ്ട്രീയക്കാർ, അവർക്ക് ഇത് കഴിയുമ്പോൾ മോശമായി വരാം. ബാർബേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്ന ഫാഷൻ ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അസ്ട്രോളജേഴ്സ്, പൂജകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സ്പോർട്സ് പേഴ്സൺസ്, കായിക രംഗത്തുള്ള ഇവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് അടിച്ചു പൊളിച്ച് കാര്യങ്ങൾ ചെയ്യും. അത് വലിയ മോശമാണ്. സ്ത്രീകൾക്കും അതേപോലെ തന്നെ. അപ്പോൾ സ്ത്രീകളായാലും കുട്ടികൾക്ക് ഈ സമയം അവരുടെ എക്സാമിനേഷനും മറ്റു കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് എടുത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മതി. മുതിർന്നവരുള്ള ശ്രദ്ധിക്കണം. ഈ സമയം പൊട്ടലും ചീറ്റിലൊക്കെ ഈ സമയം കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുളിമുറിയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ തട്ടലും മുട്ടലും വരാം. ഇതൊക്കെയാണ് എനിക്ക് ആദ്യത്തെ ഇതിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം മെയ് 15 വരെ വളരെ അനുകൂലമായ സമയമാണ് മുമ്പോട്ട് പോവുക. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇടവൻ രാശി ജനിച്ചവർ. ഇടവൻ രാശി ജനിച്ചവരുടെ കാര്യം എങ്ങനെ? 3 ഭാഗം മെജോറിറ്റി ആൾക്കാർ ഇടവൻ രാശിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശനി നിൽക്കുന്ന 10ലാണ്. അപ്പോൾ കണ്ടശനിയാണ്. ഇപ്പോൾ ജന്മത്തിലാണ് രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വ്യാഴമാണ്. അവർക്ക് ഒരു തരത്തിൽ ഇപ്പോൾ ഉള്ള സമയം ഒരു അഡ്ജസ്റ്റ് ചെയ്തവരൊക്കെ എന്നെ കൊണ്ട് പോകുന്നതല്ലാതെ വളരെ അനുകൂലമായ സമയമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവർക്ക് മെയ് 15 വരെ വളരെ മോശമെന്നല്ല, ഇതേപോലെ പോകും. മെയ് 15 കഴിഞ്ഞാലോ ശനി 11ലോട്ടാണ് വരുന്നത്. മാർച്ച് 29 ശനി വരുന്ന 11ലോട്ടും വ്യാഴം പോകുന്നത് 2ലേക്കുമാണ് ഈ മെയ് 15. അപ്പോൾ അവർക്ക് രാജയോഗം അല്ലെ അടിപൊളി ഒരു സമയം. ഇനി ഇതേപോലത്തെ ഒരു സമയം വരാൻ 10-12 വർഷങ്ങൾ ധാരാളം എടുക്കും. അങ്ങനത്തെ ഒരു സമയമാണ് വരുന്നത്. അടിച്ച് പൊളിച്ച് മുമ്പോട്ട് പോകുക എന്നാണ് പറയാനുള്ളത്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രമൊക്കെ വളരെ അനുകൂലമായ സമയമാണ് ഈ മെയ് 15 തൊട്ട്. തൽക്കാലം ഇങ്ങനെ ലേ ഡൗൺ എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ മെയ് മാസം തൊട്ട് അടിച്ച് മുമ്പോട്ട് കയറി തകർത്ത് പിടിക്കുക. അവർക്ക് ഒരു തരത്തിലും തിരിച്ചു മറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, ഫാഷൻ ഫീൽഡിലുള്ളവർക്ക് ഒക്കെ കൊള്ളാം. ഇതിൽ ഞാൻ ജനറലായിട്ട് വളരെ കൂടുതലായിട്ട് ബന്ധം വരുന്ന 1-2 വിഭാഗങ്ങളുടെ പറയാം. ഗവൺമെൻറ് സർവീസിലുള്ളവർ, സ്പോർട്സ് പേഴ്സൺസ്, ലക്ഷറി ബിസിനസ് ചെയ്യുന്നവർ, കാറ്, ഈ ഹോം അപ്ലയൻസസ്, നല്ല ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി മാർക്കറ്റ്, ഇതൊക്കെയാണ് ലക്ഷറി ബിസിനസ് ചെയ്യുന്നവർക്ക്. ആക്ടേഴ്സ്, അഭിനേതാക്കൾ, സ്വാമിജിമാരെന്ന് പറഞ്ഞാൽ ഈ പൂജയൊക്കെ ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ്, മ്യൂസിക്, പിന്നെ ഫിലോസഫി, ഫോട്ടോഗ്രാഫിയുള്ള ആൾക്കാർക്ക്, ഡെക്കറേറ്റേഴ്സ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, ആർക്കിടെക്ട്സ്, ടാക്സ് GST റിലേഷൻ ബന്ധപ്പെട്ട ഇവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. ഇവർക്ക് അടിച്ച് മുമ്പോട്ട് പോകാം. ഒരു സംശയം വേണ്ട. പിന്നെ ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ ഫീൽഡും നല്ലതാണ്. ഇവർക്കെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് അഭിനേതാക്കൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടെ അവരുടെ ചാനൽ വർക്കേഴ്സ്,
അവരെയൊക്കെ ഒന്ന് സ്വല്പം ശ്രദ്ധിച്ച് മുമ്പോട്ട് കഴിഞ്ഞാൽ അവർക്കെല്ലാം നല്ല പേരെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ May 15 കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് രാജയോഗ സമയമാണ്. ഇനി ഇതേപോലത്തെ രാജയോഗം വരാനായിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിയും. അടുത്ത ഒരു 10-12 വർഷങ്ങൾ ഇതേപോലത്തെ ഒരു സമയം വരാനായിട്ട് എടുക്കും. അതുകൊണ്ട് ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ജെംസ് എന്താണ് പൊതുവായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർത്തിക നക്ഷത്രക്കാർ, മേടൻ രാശി ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കുള്ള ജെംസ് എന്ന് പറയുന്നത് ചുവന്ന പവിഴമാണ്. ചുവന്ന പവിഴം കൊള്ളാം, റൂബി കൊള്ളാം, അല്ലെങ്കിൽ പിങ്ക് സഫയർ കൊള്ളാം, പിന്നെ മഞ്ഞ പുഷ്യരാഗം കൊള്ളാം. ഇടവൻ രാശി ജനിച്ചവർക്കാണെങ്കിൽ ശുക്രൻ്റേതായ രത്നമായ ഡയമണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സെമി പ്രഷ്യസായ വെള്ള പുഷ്യരാഗം, വൈറ്റ് സഫയർ, പിന്നെ എമറാൾഡ് അല്ലെങ്കിൽ മരതകം, ശനിയുടെ യന്ത്രനിലൊക്കെ കൊള്ളാവുന്ന രത്നങ്ങളാണ്. ഇതൊക്കെ ധരിക്കുക. പിന്നീട് പറയുന്നത് നമുക്ക് കുറേ പറയും നല്ല മാസങ്ങളാണ്. ഈ വർഷം നല്ല മാസങ്ങളെ കിട്ടും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയിരിക്കാനോ, കോൺട്രാക്ട് സൈൻ ചെയ്യാനോ, സ്ഥലം മേടിക്കുന്നത്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഉള്ള കുറച്ച് നല്ല മാസങ്ങൾ, ഈ മാസത്തിൽ നല്ല ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ കാർത്തിക നക്ഷത്രം മേടൻ രാശി നിൽക്കുന്നവർക്ക് മിഥുനമാസം കൊള്ളാം. മിഥുനം കഴിഞ്ഞാൽ പിന്നെ കൊള്ളാവുന്ന കന്നിമാസമാണ്. കന്നിമാസവും കൊള്ളാം. അത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളാവുന്നത് മകരവും കുംഭവും കൊള്ളാം. ഈ 4 മാസമാണ് അവർക്കുള്ളത്. ഏതൊക്കെയാണ്? മിഥുനം, കന്നി, മകരം, കുംഭം. ഇടവൻ രാശി ജനിച്ചവർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സമയം മാസങ്ങളെന്ന് പറയുന്നത് കർക്കിടകം 1, കർക്കിടകം, തുലാം, പിന്നെ കുംഭവും മീനം. ഈ 4 മാസങ്ങളാണ്. ഞാൻ രവിയുടെ മൂവ്മെൻറ്റ് മാസങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അത് വെച്ചോടെ നന്നായിട്ട് പോകും. പിന്നെ കാർത്തിക നക്ഷത്രക്കാരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശിവനെ പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിത്യവും രാവിലെ കുറച്ച് എല്ലാ ദിവസവും രാവിലെ ആദിത്യ പ്രാർത്ഥന ചെയ്യുന്ന വളരെ നല്ലതാണ്. കൂടാതെ കഴിയുന്ന പകലുറക്കം ഒഴിവാക്കണം. ഇവർക്കുള്ള ജനറലായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആദ്യത്തെ വെയിലേക്കണം, രാവിലത്തെ വെയിലേക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഞായറാഴ്ചയും സൂര്യൻ്റെ ദിനമായ ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രം ഒത്തുവരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടു കൂടി വ്രതങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും, നന്നായിരിക്കും. നമ്മുടെ ലാൽക്കിതാവ് പരിഹാരങ്ങളാണ്. ലാൽക്കിതാവ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ പ്രചാരത്തിലുള്ള ലാൽക്കിതാവ് പരിഹാരങ്ങൾ. ഇതൊരു പ്രത്യേക ഒരു പരിഹാര മാർഗ്ഗമാണ്. ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി ധാരാളം വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാർത്തിക നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട പരിഹാരമാണ് പറയുന്നത്. ചിലവ് കുറവാണ്, രസാകരമായി തോന്നുന്നതാണ്. സൗജന്യമായി ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അരി, വെള്ളി, പാൽ എന്നിവ പ്രത്യേകിച്ചും സ്വീകരിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അമ്പലത്തിൽ പോയി ചന്ദനം പോലും സ്വീകരിക്കരുതെന്നാണ് പറയുന്നത്. അതിന് പകരം ഒരു ഭണ്ഡാരത്തിലൊരു പൈസ ഇട്ടിട്ട് ചന്ദനം സ്വീകരിക്കണം എന്തെങ്കിലും. അത് നമ്മൾ ഫ്രീ ആയിട്ട് ഇതും വേണ്ട. നാളികേരം, എണ്ണ എന്നിവ അമ്പലത്തിൽ ദാനം ചെയ്യണം, കാണിക്ക വയ്ക്കണം. അന്യർക്ക് ഭക്ഷണം നൽകണം. അസത്യം പറയരുത്, സത്യമേ പറയുക. കാര്യം നമ്മൾ സൂര്യൻ്റെ ആൾക്കാരാണ്, ഫേമസ് ആയ. അത് നമ്മൾ സദാചാരം പാലിക്കുകയും വേണം, സത്യമേ പറയാനും പാടില്ല. എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർക്ക് പനഞ്ചക്കര കൊടുക്കണം. ഞായറാഴ്ച കഴിഞ്ഞ് ഒരു നേരമെങ്കിലും ഉപവസിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗോതമ്പ്, പനഞ്ചക്കര എന്നിവയും കൊണ്ട് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കഴിയുന്ന കാവി, ഈ ചുവന്ന വസ്ത്രം ഇതൊക്കെ ധരിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയം പ്രദാനം ചെയ്തുകൊണ്ട്, രാജയോഗം പ്രദാനം ആശംസിച്ചുകൊണ്ട് വരുന്നു. നന്ദി, നമസ്കാരം.